നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്, ഉലുവ കഞ്ഞിയാണ്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഉലുവ, മട്ടാരി, ശർക്കര, ജീരകം, ഏലക്ക, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, തേങ്ങ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ആദ്യം നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ ശർക്കരയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉലുവയും അരിയും വേവിക്കാനായിട്ട് അതൊരു കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് കുറച്ച് ശർക്കര പാനിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കുക്ക് ചെയ്യാനായിട്ട്. അരി കുക്കാവുന്ന സമയത്ത് നമ്മൾ ചിരവി വെച്ച തേങ്ങയൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അധികം ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയുടെ 1/4 പാല് മാത്രം എടുക്കാം. ഞങ്ങൾ മൊത്തം തേങ്ങ ആയിട്ട് അതിലേക്ക് ഇടുകയാണ്. അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. നമുക്ക് കുക്കായ അരിയും ഉലുവയും കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് മാറ്റാം. അതിലേക്ക് ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കഞ്ഞി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഏലക്കാപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. കഞ്ഞി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിടണം. അതിനായിട്ട് കുറച്ച് എണ്ണയിൽ ചെറുതാക്കി മുറിച്ച് വെച്ച ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുക. അത് കഞ്ഞിയുടെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ എല്ലാവരും കഴിക്കേണ്ട ഒരു കഞ്ഞിയാണിത്. 7 ദിവസമെങ്കിലും നിങ്ങളിത് കഴിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.